വി.ഡി. സതീശനെതിരായ വിജിലൻസ് കോടതിയിലെ ഹർജി തള്ളുകയാണ് കോടതി. അതായത് സിൽവർ ലൈൻ അട്ടിമറിക്കാനായി വി.ഡി. സതീശൻ ഇടപെട്ടു എന്നാരോപിച്ച് കേസെടുക്കണമെന്നാരോപിച്ച് നൽകിയ ഹർജിയാണ് ഇപ്പോൾ കോടതി തള്ളിയിരിക്കുന്നത്. ഇതിൻ്റെ വിവരങ്ങളുമായി ഡി ബിനോയ് ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. ഡി ബിനോയ്, അതായത് ഈ കേരളയിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അട്ടിമറിക്കാൻ പുറത്തുനിന്ന് ആരുടെയൊക്കെയോ പണം വാങ്ങി എന്നൊക്കെയുള്ള ആരോപണങ്ങളായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നൽകിയ പരാതിയാണ് ഇപ്പോൾ വിജിലൻസ് കോടതി തള്ളിയിരിക്കുന്നത്. സ്വാഭാവികമായും തെളിവുകളില്ലാത്തതിൻ്റെ അടിസ്ഥാനത്തിലാകും ഹർജി തള്ളുന്നത്, അല്ലേ? അജിംഷാദ്, നേരത്തെ നിയമസഭാ സമ്മേളന വേദിയിലാണ് PV അൻവർ MLA പ്രതിപക്ഷ നേതാവിനെതിരെ ഒരു ആരോപണം ഉന്നയിച്ചത്. ആ ആരോപണം ഇങ്ങനെയായിരുന്നു: കേരളത്തിലെ ഏറ്റവും വലിയ വികസന പദ്ധതിയായ സിൽവർ ലൈൻ പദ്ധതി അട്ടിമറിക്കുന്നതിനായി കർണാടക ലോബിയുടെ കയ്യിൽ നിന്നും 150 കോടി രൂപ കൈക്കൂലി മേടിച്ചു എന്നായിരുന്നു ആരോപണം. അത്തരം 150 കോടി രൂപ കണ്ടെയ്നർ വഴിയാണ് കേരളത്തിൽ എത്തിച്ചതെന്നും അന്ന് PV അൻവർ MLA നിയമസഭയിൽ പറഞ്ഞിരുന്നു. പിന്നീട് ഇത് വലിയ രാഷ്ട്രീയ ചർച്ചയ്ക്ക് വഴിവെക്കുകയും ചെയ്തു. അതിനുശേഷമാണ് തിരുവനന്തപുരം സ്വദേശിയായ ഹാഫിസ് ഇത് വിജിലൻസ് കോടതിക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത്. പ്രധാനമായും അദ്ദേഹത്തിന്റെ ആവശ്യം ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു ആരോപണം നിയമസഭയിൽ ഉയർന്നു വന്ന സാഹചര്യത്തിൽ ഒരു വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു വിജിലൻസ് കോടതിയെ സമീപിച്ചത്. എന്നാൽ ആദ്യവാദം കേട്ടതിന് ശേഷം ഇന്ന് വിധി പറയുന്നതിന് വേണ്ടി മാറ്റുകയായിരുന്നു. കാര്യമായ തെളിവുകൾ അന്ന് തന്നെ ലഭ്യമായിരുന്നില്ല എന്നും കോടതി പറയുകയും ചെയ്തിരുന്നു. ഇന്ന് ഒറ്റ വരിയിലാണ് ഹർജി തള്ളിക്കൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഹർജി തള്ളി എന്ന് മാത്രമാണ് ആ ഉത്തരവിൽ പറയുന്നതും. ഇത് നേരത്തെ തന്നെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഇത്തരം ആരോപണങ്ങൾക്ക് പിന്നാലെ പോയി സമയം പാഴിക്കളയാനില്ല എന്ന തരത്തിലേക്കായിരുന്നു പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ അന്ന് പ്രതികരിച്ചതും. എന്തായാലും കോടതി ഈ ഇലക്ഷൻ സമയത്ത് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് വേളയിൽ തന്നെ ഇങ്ങനെ ഒരു ഹർജി തള്ളുന്നത് UDF-ന് അല്പമൊരു ആശ്വാസം കൂടിയായി മാറുകയാണ്. അജിംഷാ. ശരി, ഡി ബിനോയാണ് വിശദാംശങ്ങൾ നൽകിയത്. പ്രതിപക്ഷ നേതാവിനെതിരായി H. ഹാഫിസ് നൽകിയ ഹർജി തള്ളിയിരിക്കുന്നു. തിരുവനന്തപുരം വിജിലൻസ് കോടതിയാണ് ഹർജി തള്ളിയത്. കേരളയിൽ സിൽവർ ലൈൻ പദ്ധതികൾ അട്ടിമറിക്കാൻ വേണ്ടി വി.ഡി. സതീശൻ പണം വാങ്ങിയെന്ന ആരോപണത്തിൻ്റെ അടിസ്ഥാനത്തിൽ H. ഹാഫിസ് നൽകിയ ഹർജിയാണിപ്പോൾ കോടതി തള്ളിയിരിക്കുന്നത്. ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളാണ് ഞങ്ങളുടെ പ്രതിനിധി ഡി ബിനോയ് നൽകിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വ്യാജ വാർത്തകൾ തടയാനായി മിത്ത് വേഴ്സസ് റിയാലിറ്റി തെരഞ്ഞെടുപ്പ്